തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിലെ കലാസാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കും സാഹിത്യ നായകന്മാരുടെ ജന്മഗൃഹങ്ങളിലേക്കും 31-നും സാംസ്കാരിക യാത്ര നടത്തുന്നു. സംഘടനയുടെ സംസ്ഥാന കാര്യാധ്യക്ഷൻ പ്രൊഫസർ PG ഹരിദാസ് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ കലയ്ക്കും മറ്റും ഏർപ്പെട്ടിരുന്ന ഈ പല തരത്തിലുള്ള വിലങ്ങുകൾക്കും എതിരെ പ്രതികരിച്ചുകൊണ്ടാണ് 1975 തപസ്യ കലാസാഹിത്യവേദി പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ 50-ാം വാർഷികമാണ്. കഴിഞ്ഞ ഫെബ്രുവരി 4 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. ഒരു വർഷക്കാലമായിരുന്നു ഇതിൻ്റെ ഒരു ആഘോഷ പരിപാടി. അതിൻ്റെ സമാപനം അടുത്ത മാസം, അത് ഫെബ്രുവരിയോടുകൂടി അതിൻ്റെ ഒരു വർഷത്തെ സമാപനം നടക്കുകയാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ജില്ലകളും പല പരിപാടികളും ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾ അന്ന് അതിന് സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്ത ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ അത് ഒരു സാംസ്കാരിക യാത്ര നടത്തും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ കല, സാഹിത്യം, സംസ്കാരം, ഭാരതീയമായിട്ടുള്ള എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ ബഹുഭാഷ സംഗമ ഭൂമിയാണ്. മുമ്പേ സപ്തഭാഷ എന്നൊക്കെ പറയും, പക്ഷേ 12 ഭാഷകളിലധികം നിലനിൽക്കുന്നു എന്നാണ് നമ്മളൊരു ഇപ്പോൾ സാറൊക്കെ അതിൻ്റെ നമ്മളൊരു തപസ്യന്നെ ഒരു പരിപാടി നടത്തുകയുണ്ടായി. അതിൽ 12 ഭാഷകളിൽ ആ പരിപാടി അതിൻ്റെ വേർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബഹുഭാഷ സംഗമ ഭൂമിയായ ഈ കാസർഗോഡ് ജില്ലയിൽ അതുകൊണ്ട് തന്നെ സംസ്കാരത്തിലും സാഹിത്യത്തിലും കലയിലും എല്ലാത്തിലും അതിൻ്റെ ഒരു സ്വാധീനമുണ്ട്. അപ്പോൾ നമ്മൾ മൺമറഞ്ഞു പോയ ഈ കാസർഗോഡ് ജില്ലയിലെ മഹാരഥന്മാരായിട്ടുള്ള കവികൾ, സാഹിത്യകാരന്മാർ, അതുപോലെ കലാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഈ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആദരിക്കുക, അതുപോലെ തന്നെ മൺമറഞ്ഞു പോയവരുടെ ജന്മഗൃഹം സന്ദർശിച്ച് അപ്പോൾ അതിന് ആദരം അർപ്പിക്കുക തുടങ്ങിയ ഇതാണ്. അപ്പോൾ അതൊരു 2 ദിവസങ്ങളിലായിട്ടാണ് ഈ പരിപാടി. അതായത് ഒന്ന് മലയാളത്തിൻ്റെ ഒരു ഇത്, അതായത് ചെറുവത്തൂർ മഹാകവി കുട്ടമത്ത്, കാസർഗോഡിൻ്റെ അഭിമാനമായിട്ടുള്ളൊരു കവിയാണ് മഹാകവി കുട്ടമത്ത്. ആ കുടുംബം തന്നെ കവി കുടുംബമാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ 31-ാം തീയതി രാവിലെ 10 മണിക്കാണ് ഇതിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് അതിയാമ്പൂർ, അതായത് കാഞ്ഞങ്ങാട് അതിയാമ്പൂർ രസിക ശിരോമണി കോമൻ നായരുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഈ പുഷ്പാർച്ചന ചെയ്ത് ആദരിക്കും. അതുപോലെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന കലാകാരന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനായ, എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് നമ്മുടെ കാനായി കുഞ്ഞിരാമൻ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അവശതയുണ്ട്, കാരണം ശാരീരികമായ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ ആദരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ദിവസം ഉച്ചഭക്ഷണം ആനന്ദാശ്രമം, നമ്മളൊരു സാംസ്കാരിക കേന്ദ്രം, ആധ്യാത്മിക സാംസ്കാരിക കേന്ദ്രമാണ് ഈ ആനന്ദാശ്രമം. അപ്പോൾ അവിടെ ഉച്ചഭക്ഷണത്തിന് ശേഷം മലയാളത്തിൻ്റെ അഭിമാനമായ കവിയായ P. കുഞ്ഞിരാമൻ നായരുടെ വെള്ളിക്കോത്തുള്ള അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ എത്തുകയും അദ്ദേഹത്തിൻ്റെ മക്കൾ 3 പേരാണ് ഇപ്പോൾ അവിടെ നമ്മൾ ആദരിക്കാൻ പോകുന്നത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ മകൻ, എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള V. രവീന്ദ്രൻ മാഷ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൂത്ത മകളായിട്ടുള്ള ലീലാവതി ടീച്ചർ, അതുപോലെ രാധമ്മ, ഇവരെ ആദരിക്കും. അതുപോലെ തന്നെ അങ്ങനെ മഹാകവിയുടെ വീട് സന്ദർശിച്ചതിന് ശേഷം നമ്മൾ ഈ കണ്ണൻ പാട്ടാളി, നമ്മൾ അരവത്തുള്ള കഥകളിയുടെ ഇതായിട്ടുള്ള കണ്ണൻ പാട്ടാളി അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിൽ, അപ്പോൾ അവിടെ ഒരു സന്ദർശനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ നമ്മൾ പുഷ്പാർച്ചന ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ DYSP ഡോക്ടർ V. ബാലകൃഷ്ണൻ അതുപോലെ തന്നെ ആ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളുമായിട്ട് സംവദിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ പരവനടുക്കത്താണ് ഹസൻ ഭായ്, നമ്മുടെ ഉസ്താദ് ഹസൻ ഭായ്ക്കൊരു ആദരം പരവനടുക്കത്ത് തിരിച്ചു. അതേപോലെ ഒരു തബലിസ്റ്റ് ശ്രീ മുരളീധരൻ. അപ്പോൾ 2 പേരെ അവിടെ ആദരിച്ചതിന് ശേഷം, അതുപോലെ തന്നെ നമ്മുടെ തപസ്യയുടെ മുൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന നമ്മളെ ജില്ലക്കാരനായിരുന്നു ഈ മേലത്ത് ചന്ദ്രശേഖരൻ സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലും സന്ദർശിച്ച് പുഷ്പാർച്ചന നടത്തി. അതിനുശേഷം
നമ്മളെ കാസർഗോഡ് ജില്ലയിലെ എന്താണ് ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു കലാകാരനായിരുന്നു ശ്രീ ബാബുറായ്. 103 വയസ്സാണ് അദ്ദേഹത്തിന്. ഇന്നും ഒരു മൃദംഗിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ പോയി കണ്ടു. അത്രയും ഇതുള്ള ഒരു മാന്യദേഹമാണ് ശ്രീ ബാബുറായ്. അദ്ദേഹത്തെ ആദരിച്ചതിന് ശേഷം ആദ്യത്തെ ദിവസത്തെ സമാപനം പുലിക്കുന്നിൽ നമ്മളെ ബൊമ്മയാട്ട കലാകാരൻ ശ്രീ അന്തർദേശീയ തലത്തിൽ തന്നെ പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ ബൊമ്മയാട്ടത്തിൻ്റെ കേന്ദ്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ അന്ന് പരിപാടി സമാപിക്കുകയാണ്. 31 രാവിലെ ചെറുവത്തൂർ കുട്ടമത്ത് കവിഭവനത്തിൽ പ്രൊഫസർ PG ഹരിദാസ് യാത്ര ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രമുഖ വ്യക്തികളെ ആദരിക്കും. കാറടുക്കയിൽ ശില്പി PS പുണിഞ്ചിത്തായയുടെ കലാഗ്രാമത്തിൽ സാംസ്കാരിക യാത്ര സമാപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തപസ്യ ജില്ലാ രക്ഷാധികാരി പ്രൊഫസർ ശ്രീനാഥ് കല്ലക്കട്ട, ജില്ലാ പ്രസിഡന്റ് K ബാലചന്ദ്രൻ പെരിയ, ജനറൽ സെക്രട്ടറി T ദിനേശൻ കാഞ്ഞങ്ങാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.